ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ 7 സബ്ജക്റ്റുകളുടെ പ്രധാനപ്പെട്ട സ്റ്റഡി ടൂറുമായിട്ടാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ ഉള്ളത്. അത് ആദ്യം ഗുൽമാർഗിൽ, അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ ശ്രീനഗറിലുണ്ടായിരുന്നു. ഇന്നലെ മൂന്നാമത് മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്കാണ് നമുക്ക് വിവരം കിട്ടുന്നത് പെഹൽഗാമിനടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്ന്. ആദ്യത്തെ റിപ്പോർട്ടുകൾ ഒരാൾ മാത്രം മരിച്ചു എന്നുള്ള റിപ്പോർട്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ സെക്യൂരിറ്റി ഓഫീസേഴ്സിനോട് ബന്ധപ്പെട്ടപ്പോൾ സംഭവം കുറച്ചും കൂടെ ഗൗരവതരമാണ് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്ഥലത്തെത്താൻ ശ്രമിച്ചപ്പോൾ അവർ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആരെയും കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞു. അത്തരം സാഹചര്യത്തിൽ നമ്മൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മലയാളിയായിട്ടുള്ള ഒരു ആളുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള അറേഞ്ച്മെൻ്റ് തിരക്കിലായിരുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വന്നിരിക്കുന്നവരും ദേശീയ തലത്തിലുള്ളവരും കാര്യമായിട്ടുള്ള കരുതൽ നടപടി സ്വീകരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എത്തി. ആഭ്യന്തരമന്ത്രി വന്ന് മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രിയെ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, മുറിവേറ്റവരെ ചികിത്സിപ്പിക്കാനും അതോടൊപ്പം മറ്റ് കാര്യങ്ങൾ അനന്തര കാര്യങ്ങൾ നടത്തുന്നതിനൊന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഞാൻ അതനുസരിച്ച് കോൺഗ്രസ് അധ്യക്ഷനെയും അമേരിക്കയിലുള്ള ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധിയും ഇവരെ അറിയിച്ചു. അവർ രണ്ടുപേരും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, ഞങ്ങളുടെ PCC പ്രസിഡൻറ്റുമായിട്ടും സംസാരിച്ചു. ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ്. കശ്മീരിലെ ടൂറിസം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കശ്മീരിനെതിരായിട്ടുള്ള ഒരു ഭീകരാക്രമണം എന്ന നിലയിൽ വേണം ഇതിനെടുക്കാനായിട്ട്. അത് ദേശത്തിനെതിരായിട്ടുള്ള ഭീകരാക്രമണമാണ്. ഇതിനെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഒറ്റക്കെട്ടായി എതിർക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ പോയി. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ഡെലിഗേഷനായിട്ട് തന്നെ പോയിട്ട് ആ കാര്യത്തിൽ ഹോമേജ് അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് സർക്കാരിൻ്റെ നല്ല നടപടികൾക്ക് ഏറ്റവും ശക്തമായ പിന്തുണ നൽകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മുമ്പത്തെ വ്യത്യസ്തമായിട്ട് സിവിലിയൻസിനെ വിനോദസഞ്ചാരികളെ ആക്രമിക്കുന്ന ഒരു രീതി അത് കുറേ കാലമായിട്ടില്ല. മുൻപ് അമർനാഥ് തീർത്ഥാടകരെയൊക്കെ ആക്രമിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ടൂറിസ്റ്റുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരിക്കുന്നത്. അതും വളരെ ഭീകരമായിട്ടുള്ള ഒരു ആക്രമണം. സാധാരണഗതിയിലുള്ള ആക്രമണം എന്ന് പറയുന്നത് നമുക്ക് പറയാം, ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും സ്ഥായിയായിട്ടുള്ള പരമമായിട്ടുള്ള ഒരാക്രമണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുക, ഇത്തരം കാട്ടാള സമീപനമായി നിൽക്കുന്നവർക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുക, രാജ്യത്തിൻ്റെ മൊത്തമായ സന്ദേശം എത്തിക്കുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ക്രൈസിസ് പീരീഡിൽ നമ്മുടെ 25 സഹോദരന്മാരുടെ ഡെഡ് ബോഡികൾ ഇന്ന് രാവിലെ കൊണ്ടുപോയതുള്ളൂ രാജ്യങ്ങൾ. അവിടുത്തെ കൂട്ടക്കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നു. ആ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അവരുടെ ചോദ്യമുനകൾക്ക് മുന്നിൽ ഉത്തരം പറയാനില്ലായിരുന്നു. സത്യത്തിൽ അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ വന്നവരെല്ലാം നമുക്കറിയാം. ഫാമിലിയായിട്ട് ഒന്നിച്ച് വന്നവർ, ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം ഫാമിലിയുടെ നാഥന്മാരെ മരിച്ചിടുക, കൊന്നിടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം രാജ്യത്തിന് ഒന്നിച്ച് നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഭീകരാക്രമണത്തെ എന്തു വന്നാലും ഈ ടെററിസത്തെ നമുക്ക് നേരിട്ടേ മതിയാകുള്ളൂ. ഭീകരവാദം ഇല്ലാതാക്കിയേ മതിയാകൂ. എവിടെ ലാപ്സ് ഉണ്ടായി മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് ചർച്ചകൾ ഉണ്ടാവുമല്ലോ എന്തായാലും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടുമായിട്ട് നിൽക്കുക. ഇത് ഭീകരവാദത്തിൻ്റെ നിലപാടിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കശ്മീരിലെ സമാധാനത്തിനെതിരായിട്ടുള്ള നിലപാട് കൂടിയാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം സമാധാനകാംക്ഷികളാണ്. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കശ്മീരിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരിക്കും. അത് ഏറ്റവും വലിയ സൂചനയാണ് നൽകുന്നത്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. അത് നമ്മൾ ഉയർത്തി കാണിക്കണം. കാരണം ഇവിടെ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള സാഹചര്യമല്ല ഉണ്ടാകേണ്ടത്. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട്, കശ്മീരികൾ ഒറ്റക്കെട്ടായിട്ട്, ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരാക്രമണത്തെ എതിർക്കുന്നുള്ള മെസ്സേജാണ് പോകേണ്ടത്.